കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നഫീസുമ്മാൻ്റെ പൊളിമൂട് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. മഞ്ഞ് കണ്ടപ്പോൾ നഫീസുമ്മ ചാടി കയറിയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വാ മക്കളെ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ എനിക്ക് തോന്നുന്നു 8-10 മില്യൺ വ്യൂസൊക്കെ പോയിട്ടുണ്ട്. വ്യൂവിനേക്കാൾ കൂടുതൽ അത് ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്തു. കാരണം ഉമ്മമാരും അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങി മഞ്ഞും ലോകമൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ഹാപ്പിനെസ്സും അതവർ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റും എല്ലാവരിലേക്കും അവർ വിളിച്ച് പറയുകയാണ് ലോകത്തിനോട് വാ മക്കളെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ വന്ന് ആഘോഷിക്കുക, ഇതാണ് ജീവിതം എന്ന് പറയുമ്പോൾ അത് മലയാളികൾ ഒന്നടങ്കം അത് 2 കൈയും നീട്ടിയിട്ട് ആ ഉമ്മാൻ്റെ സന്തോഷത്തിൽ ഒപ്പം ഒത്തുചേർന്നതാണ്. ലിറ്ററലി എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാം. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് പ്ലാൻ ടു ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ ട്രാവൽ പാർട്ട്ണറിൻ്റെ വീഡിയോയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പൊളിമൂഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണും. ഇത് റിലേറ്റഡ് ആയിട്ടാണ് കോണ്ടൻറ്റ്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇപ്പോൾ ഭയങ്കര സീനാക്കിയിട്ടൊരു ഉസ്താദ് മൂപ്പര് ടാർപ്പായി മൈക്കും കണ്ടപ്പോൾ ഈ ഉമ്മ പോയി ആഘോഷിച്ചതിന് മൂപ്പർക്ക് എന്തിനാ അത്ര വലിയ കാടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാണ് ഈ ഉമ്മാൻ്റെ വീഡിയോ ആദ്യം നമുക്ക് കാണാം. ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിൻ്റെ കൂടി സൂപ്പറാടി സൂപ്പറാ. ആ ഉമ്മാൻ്റെ സന്തോഷം തന്നെയാണ് ലിറ്ററലി കേരളത്തിലെ എല്ലാ മലയാളികളും അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഓക്കെ, പക്ഷേ ഈ ഉസ്താദ് ഇയാൾക്ക് എന്തിൻ്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഉമ്മാൻ്റെ സന്തോഷം പുറം ലോകത്തിനെ അറിയിച്ചതിൽ ഇയാളെന്തിനാ ഈ മതം കുത്തിക്കലർത്തുന്നത്? മതം വിൽക്കുകയാണ് ഇവരുടെ പരിപാടി. വിറ്റോ, അത് വിറ്റ് ജീവിച്ചോ. പക്ഷെ വേറൊരാളുടെ സന്തോഷത്തിനെ അതിനെ എടുത്തു വെച്ച് അതിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്ത് വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന തന്നെപ്പോലുള്ള തലയ്ക്കെട്ട് ഇട്ട ടീമിനോട് ഞാൻ എല്ലാവരും പറയുന്നില്ല, ഈ വർത്താനം പറയുന്ന ഈ മനുഷ്യനെ പോലുള്ളവർ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ സുഖവും ഉപേക്ഷിച്ചിട്ടാണോ ഈ ചിലയ്ക്കുന്നത്? ഒറ്റ ചോദ്യം അവരോട് ചോദിക്കാനുള്ളൂ. ഇയാൾ പറയുന്നത് കേട്ടോ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിൻ്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. ഈ പോഴത്തക്കാരിൽ ഈ തലയ്ക്കെട്ട് കെട്ടി മൈക്കും കണ്ടു കഴിഞ്ഞാൽ ചാടി വീണ് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നവർ ഇതേ പോഴത്തക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പോഴത്തങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഈ ഉസ്താദ് നോക്കാനും പറയാനും ഒന്നും പോയി ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഈ ഒരു ഉസ്താദിനെ കുറേ വീഡിയോ ആയിരുന്നു ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ കണ്ടു. മൂപ്പർക്ക് എല്ലാം പ്രശ്നമാണ്. മൂപ്പർക്ക് മറ്റേ ഇലുമിനാട്ടി പാട്ട് വരെ പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് ഇയാൾ ലൈഫിൽ ഒരു സുഖം അനുഭവിക്കാതെ ഒരു രീതിയിലുള്ള ലൗകികമായ ജീവിതത്തിലും ആഘോഷങ്ങളിലും പോവാതെ ഭയങ്കരമായിട്ട് അച്ചടക്കത്തിൽ ഞാനാണ് കിതാബിൻ്റെ നടുക്കഷ്ണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണോ എന്നുള്ളത് സ്വയം ഓഡിറ്റ് ചെയ്യുക ഇയാൾ. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള ആളുകളെ പറയാതിരുന്നിട്ട് കാര്യമില്ലടേ. കാരണം ആ ഉമ്മാൻ്റെ സന്തോഷമാണ് ആ ഉമ്മ പുറത്ത് ആളുകളിലേക്ക് എത്തിച്ചത്. അവരവരുടെ ലൈഫ്, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു ദിക്റും ചൊല്ലി വീടിൻ്റെ ഒരു മുക്കിലിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കാ ലാഭം, ആർക്കാ സന്തോഷം? ഒരു മനുഷ്യജീവൻ്റെ സന്തോഷം, ആ സന്തോഷത്തിൽ ഭാഗമാവാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ കൂടെ സന്തോഷിക്കാൻ പറ്റിയാൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങൾക്ക് കൂലി തരുന്നല്ലേ.
ഇതാ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷം പോലും അടിച്ചമർത്തി ഇല്ലാതാക്കി പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് വീണ്ടും അവരെ ഇട്ടുകൊടുത്ത് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേര് പറഞ്ഞ് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞ് ആ പാവം ഉമ്മാൻ്റെ സന്തോഷം തല്ലിക്കെടുത്തുന്ന ഇതേപോലെ തലയെക്കെട്ടും കെട്ടി മൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ വേറൊരാളുടെ സന്തോഷത്തിൽ കുനിറ്റും കുശുമ്പും കയറി അത് വിളിച്ചു പറയാൻ നടക്കുന്ന നിന്നെപ്പോലുള്ളവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. വിറ്റോ മതം വിറ്റോ അതിലൂടെ ജീവിച്ചോ ഒരു വിഷയമുള്ള കാര്യമില്ല. അത് വേറുള്ള ഒരാളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ടാവുമ്പോൾ ആണക്കൊരു കൂലി കിട്ടൂ. ഞാൻ എന്തിനാ അവൻ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്നറിയോ? മൂപ്പര് അത്ര മോശമായ രീതിയിലാണ് ആ ലേഡിയെ പറഞ്ഞ, ആ ഉമ്മാനെ പറഞ്ഞ്. ഉമ്മാൻ്റെ ഭർത്താവ് മരിച്ചതോ ഉമ്മ ലൈഫ് എങ്ങനെയോ ഉമ്മ എന്ത് ചെയ്താൽ ഇങ്ങക്ക് എന്ത് പോയി ആക്കുമോ? എന്ത് പോയി ഇങ്ങക്ക് ഇതേമാതിരി 4 ആളെ കണ്ടു കഴിഞ്ഞാൽ മൈക്കും കെട്ട് കൈ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാ ചെങ്ങായി റീൽസ് കാണുന്നത്? എന്താവശ്യത്തിന്? സ്മാർട്ട് ഫോൺ അപ്പം കയ്യിലുണ്ട്, അതിൽ കുത്തിയിരുന്ന് നെറ്റ് ഓണാക്കി വെച്ച് റീല് കാണുന്നുണ്ട്. നമ്മളെ മതത്തിൽപ്പെട്ട ആരാണ് റീൽസ് ഇടുന്നത്, നമ്മളത് കാണട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് വിരൽ തോണ്ടിയിരുന്ന് കണ്ടിട്ടല്ലേ എനിക്കത് വരുന്നത്, പറയേണ്ട ആവശ്യം വരുന്നത്. ഒരാളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നതാണ് മതത്തിൽ പറഞ്ഞത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദേ ഇങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന തെറിവിളി എണ്ണമറ്റതാണ്. മനസ്സിലായോ? മനുഷ്യന്മാർ കുറേയൊക്കെ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, കുറേയൊക്കെ കാര്യങ്ങളും മനുഷ്യന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേപോലുള്ള പഴയ ട്രിക്കും ഗിമിക്കൊന്നും നടക്കൂല. വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ടാർപ്പായും മൈക്കും കണ്ടു കഴിഞ്ഞാൽ ചാടി വന്നിട്ട് 10 വർത്താനം പറഞ്ഞു പോയി നടക്കണ പരിപാടിയില്ല. ഇത് ഈ ഉമ്മാൻ്റെ പെർട്ടിക്കുലർ വീഡിയോ പോസ്റ്റ് ചെയ്ത ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അവരിട്ടൊരു കമൻറ്റാണ്, ഇവരെ ഉസ്താദ് ഈ പറഞ്ഞ ട്രിപ്പ് കൊണ്ടുപോയത് ഞങ്ങളാണ്, യാത്രയിലുടനീളം കൂടെ ഉണ്ടായിരുന്നു. ഉസ്താദ് പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിൽ ദിക്റ് ദുആ ചൊല്ലി ഇരിക്കണം എന്നുണ്ടോ? യാത്രയിലുടനീളം അവരും അവരുടെ പടപ്പും തമ്മിൽ ഉള്ള എല്ലാ നിബന്ധനകളും അവർ ശ്രദ്ധിക്കുകയും എല്ലാ പ്രാർത്ഥനാ കർമ്മങ്ങളും നിർവഹിക്കുന്നതും നേരിൽ കണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യം ഉസ്താദ് പേടിക്കേണ്ട, അവരും പടച്ചോനും തമ്മിൽ ആയിക്കോളും. ഇതുപോലെ ഒരുപാട് ഉമ്മമാരെയും ഉപ്പമാരെയും അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആസ്വദിച്ച ദിവസങ്ങളാണെന്ന് അവർ പറയാറുള്ളത്. ഒരുപാട് കാലം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് പ്രായമായപ്പോൾ യാത്ര ചെയ്ത് പടച്ചോൻ പടച്ച ലോകം കാണാനല്ലേ ഇവർ പോരുന്നത്. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളാണ് ഇല്ലാതെയാവുന്നത്. യാത്ര ചെയ്യണമെന്ന് സ്വയം തോന്നിയാൽ യാത്ര ചെയ്യുക. അത് ആരാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ കഴിയണം. ഇത് ഇവരെ കൊണ്ടുപോയ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം പേജ് അവരിട്ടൊരു കമൻറ്റാണ്. ഇനി വേറൊരു കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം. ഓക്കെ, മണിക്കൂറുകൾക്കകം 5 മില്യൺ മുകളിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന നസീഫ് ഉമ്മയുടെ വീഡിയോ വൈറലായതിനു ശേഷം ചിരിച്ചുകൊണ്ട് ഉമ്മ അനുഭവം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യം ഒന്ന് കണ്ണു നിറയും. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 22 വർഷമായി. ചെറിയ മകൾക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ്. 3 പെൺമക്കളുണ്ട്. സ്വന്തമായി വീടില്ല. 8 സെൻറ്റ് ഭൂമിയാണുള്ളത്. വിശ്രമമില്ലാത്ത ജോലി ചെയ്തു, കുറിക്ക് കൂടിയും കുറച്ച് ലോൺ എടുത്തും ചെറിയൊരു വീടുണ്ടാക്കി. മകൾക്ക് കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയുമുണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു. കൂലിപ്പണിയുടേതും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത്. റമദാൻ നോമ്പിന് വീട്ടിലിരുന്നില്ല, വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 ആളുകളുടെയും വിവാഹം കഴിഞ്ഞു. ഉപ്പയില്ലാത്ത 3 മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചയക്കുക എന്നു പറയുന്നത് തന്നെ പടച്ചോൻ വലിയ അനുഗ്രഹമാണ്. മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത്. ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്ന് അവർ പറഞ്ഞു. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇനിയും യാത്ര ചെയ്യണം. ഒരു 16കാരി എന്ന തോന്നലാണ്. നിങ്ങളുടെ കയ്യിൽ 10 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 സെൻറ്റ്
വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം, സന്തോഷിക്കണം. നസീഫ് ഉമ്മയ്ക്ക് പ്രായം 55 30കളുടെ തുടക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത്. രണ്ടാം കെട്ട് അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവരുടെ 55-ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു, സന്തോഷം കണ്ടെത്തുന്നു, റീൽ ചെയ്യുന്നു. ആ റീൽ കണ്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദുമാർക്ക് അസ്വസ്ഥത അനുഭവിച്ചപ്പെടുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീട്ടിലെ മൂലയിലിരിക്കണം, സ്വലാത്തും ദിക്റും ചൊല്ലണം. മണാലിയും മഞ്ഞുമലയും ബീച്ചുകളും അവർക്ക് വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകളായാലും സിംഗിൾ സ്ത്രീകൾക്കായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കുമെന്ന് കരുതണ്ട. എവിടെയെങ്കിലും മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് സന്തോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷങ്ങളിൽ കണ്ണുകടിയും മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്നവർ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വിലക്കു തീർക്കുന്നവർ, ജീവിതം വരണ്ടതാക്കുന്നവർ, പടച്ചോൻ ഈ ഭൂമി സൃഷ്ടിച്ചതും ആ ഭൂമിയിൽ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതും മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണ്. നഫീസുമ്മ പറഞ്ഞതുപോലെ 2 സെൻറ്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, വ്യത്യസ്ത ആളുകളെയും അവരുടെ ജീവിതങ്ങളെയും കാണുക, അനുഭവിക്കുക, ആസ്വദിക്കുക. ഇങ്ങനൊരു കമൻറ്റ് കൂടി അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കമൻറ്റ് വായിക്കാൻ കാരണം എന്താ അറിയോ, ആളുകളുടെ മെൻറ്റാലിറ്റി മാറി തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഏതൊരു ഉസ്താദും വെറുതെ വന്നിരുന്ന് തലയെക്കെട്ടും കെട്ടി വെള്ളിയിട്ട് മൈക്കിന് മുന്നിൽ വന്നിരുന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു മതത്തെ വിറ്റ് ബിസിനസ്സാക്കി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പല കാര്യങ്ങളും വളച്ചൊടിച്ച് നിങ്ങളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആർഭാടത്തിനും വേണ്ടിയിട്ട്, സ്വത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ മതത്തിനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഉമ്മയെപ്പോലുള്ള ആളുകൾ, ഓക്കെ, ഭർത്താവ് നഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികളെ അവരുടെ നല്ല പ്രായത്തിൽ അത്രയും ഗതികെട്ട് നിന്ന് വളർത്തി കൊണ്ടുവന്നതിന് ശേഷം ആ മക്കൾക്ക് ആ ഉമ്മാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇപ്പം ഈ കൊണ്ടുപോകുന്ന യാത്രയും ഈ കിട്ടുന്ന സന്തോഷമൊക്കെ. ആ സന്തോഷവും ആ മക്കളുടെ സമാധാനം, ആ ഉമ്മാൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി തലയ്ക്കെട്ടും കെട്ടി വെള്ളിയിട്ട് ഈ മൈക്കിൻ്റെ മുന്നിൽ ഇരുന്ന് ചിലയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഉസ്താദേന്ന്? നിങ്ങൾക്ക് എന്തായിന്ന് കിട്ടുന്നത്? മതപണ്ഡിതൻ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അയാൾ അടിപൊളിയാണ്, അയാൾ പറഞ്ഞത് കേട്ടോ, ആ ഉമ്മ പോയതിന് അയാൾ കണ്ടോ മതപരമായിട്ടാണ് പറഞ്ഞു. ഈ കിട്ടാവുന്നൊരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ആ ഉമ്മാൻ്റെ സന്തോഷം കിട്ടി ഇല്ലാതാക്കുമ്പോൾ 10 ആളെ മുന്നിലേക്ക് ആ ഉമ്മാനെയും ഫാമിലിനെയും വലിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സുഖമല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ പോലുള്ള ആളുകളെ സൊസൈറ്റി തിരിച്ചറിയും. നല്ലവരായുള്ള ആളുകൾക്ക് ഒരു വിഷയവുമില്ല. ഇതേപോലെ ദുഷിച്ച ചിന്ത മനസ്സിൽ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ കിട്ടുന്നതിന് അപ്പുറം കിട്ടും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, മൂപ്പര് ഈ ടൂറ് പോണതും ഇതേപോലെ ആഘോഷങ്ങൾ വേണ്ട എന്ന് പറയുന്ന സ്കീമിലാണ് മൂപ്പരുടെ ഇതേപോലുള്ള ഓരോ പ്രസംഗങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ശനി ഞായറാകുമ്പോൾ കൊടൈക്കനാലിലേക്കും ഊട്ടിക്കും ഒന്ന് വണ്ടി എടുത്തൊന്ന് മല കയറി നോക്കി ഉസ്താദെ. എത്ര ഉസ്താദുമാർ കാറിനകത്ത് വൈബടിക്കാൻ വേണ്ടിയിട്ട് ഇതേ തലക്കെട്ടും വെള്ളിയായിട്ട് കാർ റെൻറ്റിനെടുത്തും ഇനോവയിലും മറ്റേ ക്രിസ്റ്റയിലും ഇതിലും, പിന്നെ ഒരു വണ്ടിയിൽ ആൾട്ടോ റെൻറ്റ് കിട്ടുന്ന സാധനം ആൾട്ടോ ആണ്, ആൾട്ടോ സ്വിഫ്റ്റ്, ഇതൊക്കെയാണ് നമ്മളെ റെൻറ്റിന് പോകണ മെയിൻ സാധനമാണ്. ഇതൊക്കെ എടുത്തിട്ട് ഉസ്താദുമാർ ഇറങ്ങലുണ്ട്, ഒരു വൈബടിക്കാൻ ഇറങ്ങുകയാണ്, ഒരു പാട്ടൊക്കെ പാടി ഒരു അടിച്ച് പൊളിച്ച് മല കയറി ഇറങ്ങി വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഉസ്താദെ. അങ്ങനെയുള്ളവരും കൂടി നിങ്ങളൊന്ന് വിമർശിക്കുക, വൈബടിക്കാൻ പോണവരെ. അല്ലാതെ ജീവിതത്തിൻ്റെ ഒരു നല്ല പകുതി മൊത്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീർത്തൊരു ഉമ്മ മഞ്ഞുമല കണ്ട് ആഘോഷിച്ചത് നിങ്ങൾക്ക് ഇത്ര വലിയ കുരു പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടേണ്ട കുരു അതിനാണ്. പടച്ചോന് വേണ്ടി, പടച്ചോൻ പറയുന്നതിന് വേണ്ടി, പടച്ചോൻ്റെ ആഗ്രഹങ്ങൾക്കും പടച്ചോൻ്റെ നിബന്ധനകൾക്കും വേണ്ടി ജീവിക്കുന്ന നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ കുറച്ചധികം ചൂണ്ടിക്കാണിക്കുക. ഉമ്മാക്കറിയാം ഉമ്മാക്കും പടച്ചോനും ഉള്ളത് എന്താണെന്നുള്ളതും ഉമ്മ പടച്ചോനും എന്താണെന്നുള്ളതും മനസ്സിലായോ? അത് അവർ നോക്കിക്കോളൂ. നിങ്ങൾ അതിനിടയിൽ കയറിയിട്ട് കോലിട്ട് കുത്താൻ നിൽക്കണ്ടെന്ന് ഈ ഉസ്താദിനോട് പറയുള്ളൂ. കണ്ടിട്ട് സത്യം പറയാം, നല്ല ദേഷ്യവും സങ്കടമാണ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ. അനാവശ്യമായിട്ട് ഒരാളുടെ സന്തോഷത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ ഒരു
മതം പഠിപ്പിക്കുന്ന ആളുകൾക്കും അതിൻ്റെ ആവശ്യം ശരിക്കില്ല. ഓക്കെ, ഉമ്മാക്ക് സന്തോഷം വരുത്തുന്ന രീതിയിൽ മക്കൾ കൊണ്ടു നടക്കുന്നു, ഉമ്മാൻ്റെ സന്തോഷത്തിൽ മക്കൾ ജീവിക്കുന്നു, ഉമ്മാൻ്റെ സന്തോഷത്തിൽ ഉമ്മ ജീവിക്കുന്നു. അതിലും വലിയൊരു പടച്ചോനൊന്നും ഇല്ല ഉസ്താദേ ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ.